ഹായ്, IELTS ടെസ്റ്റ് കഴിഞ്ഞ് വരുന്ന കാൻഡിഡേറ്റ്സ് പൊതുവേ പറയാനുള്ള ഒരു കംപ്ലൈൻ്റ് ഉണ്ട്. റീഡിംഗ് ടെസ്റ്റ് ചെയ്ത് തീർക്കാൻ സമയം കിട്ടിയില്ല. അതല്ലെങ്കിൽ നമ്മളോട് ചോദിക്കാറുണ്ട്, എങ്ങനെയാണ് 1 മണിക്കൂറിൽ ഇത്രയും വായിച്ച് ഇത്രയും ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യുന്നതെന്ന്. ഇതിനു വേണ്ടി നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം നിങ്ങളുടെ റീഡിങ്ങിൻ്റെ സ്പീഡ് കൂട്ടുക എന്നുള്ളതാണ്. അതിന് വേണ്ടിയിട്ടുള്ള കുറച്ച് ടിപ്സുമായിട്ടാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത്. ആദ്യത്തെ കാര്യം, സ്റ്റാർട്ട് റീഡിങ് ഇൻ ഗ്രൂപ്പ്സ് ഓഫ് 3 to 5 വേർഡ്സ് ഓർ ചങ്കിങ്. അതായത് നിങ്ങൾ സ്കൂളിൽ റീഡ് ചെയ്യാൻ പഠിച്ചിട്ടുള്ളത് എങ്ങനെയാണ്? ഒരു ടെക്സ്റ്റ് വായിക്കുമ്പോൾ ഓരോ വേർഡും 1 by 1 ആയിട്ട് വായിച്ച് മനസ്സിലാക്കിയാണ് നിങ്ങൾ വായിച്ചിട്ടുള്ളത്. അങ്ങനെ വായിച്ചാൽ 1 മണിക്കൂറിൽ വായിച്ച് തീർക്കുക എന്നുള്ള നമ്മുടെ ടാസ്ക് കംപ്ലീറ്റ് ആയെന്ന് വരില്ല. അപ്പോൾ നമ്മുടെ എഫിഷ്യൻസി കൂട്ടാനായിട്ട് നമ്മൾ ഗ്രൂപ്പ് ഓഫ് വേർഡ്സ് ആയിട്ടാണ് ഇനി മുതൽ വായിക്കേണ്ടത്. അപ്പോൾ പ്രാക്ടീസ് ചെയ്യുമ്പോൾ ആദ്യം നിങ്ങൾ 3 വേർഡ്സുള്ള ഗ്രൂപ്പായിട്ട് വായിച്ചു കൊടുക്കുക. എന്നിട്ട് നിങ്ങൾക്ക് അർത്ഥം മനസ്സിലാവുന്നുണ്ടോ എന്ന് നോക്കുക. പതുക്കെ നിങ്ങൾ 4 വേർഡ്സ് 5 വേർഡ്സ് അങ്ങനെ ആ ഗ്രൂപ്പിൻ്റെ സൈസ് കൂട്ടുക. എന്നിട്ട് നിങ്ങൾക്ക് അർത്ഥം മനസ്സിലാകുന്നുണ്ടോ എന്ന് നോക്കുക. ഇങ്ങനെ പ്രാക്ടീസ് ചെയ്യാൻ തുടങ്ങിയാൽ പതുക്കെ നിങ്ങൾക്ക് ഗ്രൂപ്പ് ഓഫ് വേർഡ്സ് വായിച്ച് സ്പീഡ് കൂട്ടി വായിക്കാൻ പറ്റും. നെക്സ്റ്റ് പോയിന്റ് ഈസ് അവോയ്ഡ് റീറീഡിങ് ഓഫ് വേർഡ്സ് ആൻഡ് സെൻറ്റൻസസ്. നമുക്ക് വായിക്കുമ്പോൾ പലപ്പോഴും എക്സ്പീരിയൻസ് ചെയ്യുന്ന ഒരു കാര്യമാണ്, വായിച്ചുകൊണ്ടിരുന്ന ലൈൻ മിസ്സായി പോകും, എന്നിട്ട് അതേ ലൈൻ തന്നെ വീണ്ടും വായിക്കും. അതല്ലെങ്കിൽ വായിച്ചുകൊണ്ടിരുന്ന ലൈനിൻ്റെ അർത്ഥം മനസ്സിലാവാതെ വീണ്ടും വായിച്ചുകൊണ്ടിരിക്കും. ഇത് രണ്ടും ഒഴിവാക്കിയാൽ ഒരുപാട് ടൈം നമുക്ക് സേവ് ചെയ്യാൻ പറ്റും. സോ ഈ ടൈം കൺസപ്ഷൻ ഒഴിവാക്കാനായിട്ട് പ്രാക്ടീസ് ചെയ്യുമ്പോൾ തന്നെ വായിക്കുന്നതിൻ്റെ ഇടയിൽ കൂടെ നിങ്ങൾ വിരലോ അല്ലെങ്കിൽ പെൻസിലോ മൂവ് ചെയ്യിപ്പിക്കാൻ നോക്കുക. സ്ക്രീൻ റീഡിംഗ് ആണ് ചെയ്യുന്നതെങ്കിൽ കേഴ്സർ ഉപയോഗിക്കാം നിങ്ങൾക്ക്. ഇത് ചെയ്യുന്നതിനോടൊപ്പം തന്നെ അർത്ഥവും മനസ്സിലാക്കി വായിക്കാൻ നോക്കുക. അങ്ങനെ പ്രാക്ടീസ് ചെയ്യുമ്പോൾ ഇത് ചെയ്തുകൊണ്ടിരുന്നാൽ എക്സാമിനും ഇത് നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ പോകുന്നതാണ്. നെക്സ്റ്റ് വൺ, സ്കിം ഫസ്റ്റ് സ്കാൻ ദെൻ. അതായത് നിങ്ങൾ ആദ്യം വായിക്കുന്ന റീഡിങ്ങിൽ നിങ്ങൾ സ്കിമ്മിങ് ആണ് ചെയ്യേണ്ടത്. അത് നിങ്ങൾ മെയിൻ ഐഡിയാസ് മനസ്സിലാക്കിയെടുക്കാൻ വേണ്ടി ചെയ്യുന്ന കൈൻഡ് ഓഫ് റീഡിംഗ് ആണ്. അത് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മെയിൻ ഇൻഫർമേഷൻ മാർക്ക് ചെയ്ത് വെക്കുന്നതിൻ്റെ ഒപ്പം തന്നെ ആവശ്യമുള്ള നൗൺസ് നോട്ട് ചെയ്ത് വെക്കാം, പാരഗ്രാഫിൻ്റെ ഓർഡർ നോട്ട് ചെയ്ത് വെക്കാം, ആവശ്യമുള്ള കാര്യങ്ങളെല്ലാം അണ്ടർലൈൻ ചെയ്ത് വെക്കാം. ഇത് കഴിഞ്ഞ് നിങ്ങൾ ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യുമ്പോൾ ചെയ്യേണ്ടത് സ്കാനിങ് ആണ്. അത് നിങ്ങൾക്ക് മൾട്ടിപ്പിൾ ടൈംസ് ചെയ്യേണ്ടി വരും. ഓരോ ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യേണ്ടി വരുമ്പോൾ റിപ്പീറ്റഡ്ലി ചെയ്യേണ്ടി വരും. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? ആവശ്യത്തിന് മാത്രം ടൈം എടുത്ത് സ്കാനിങ് ചെയ്ത് ഉത്തരം കണ്ടുപിടിക്കാം. ഇത് പ്രാക്ടീസ് ചെയ്ത് ഒരു ശീലമാക്കി കഴിഞ്ഞാൽ ടൈം സേവ് ചെയ്യാൻ ഒരുപാട് ഹെൽപ്പ് ചെയ്യും. അടുത്ത പോയിന്റ്, വർക്ക് ടുവേർഡ്സ് ഇംപ്രൂവിങ് യുവർ കോംപ്രിഹെൻഷൻ ബൈ ലേണിംഗ് ന്യൂ വേർഡ്സ്. റീഡിംഗ് ടെസ്റ്റ് ഈസ് ഓൾസോ എ വൊക്കാബുലറി ടെസ്റ്റ്. അതുകൊണ്ട് തന്നെ ദ മോർ ഫെമിലിയർ ദ വേർഡ്സ് ആർ ദ ഈസിയർ ദ ടെസ്റ്റ് ഈസ്. അപ്പോൾ എന്ത് ചെയ്യണം? നിങ്ങൾ പുതിയ വാക്കുകൾ പഠിച്ചുകൊണ്ടേയിരിക്കണം. കളക്ട് ന്യൂ വേർഡ്സ്, ലേൺ ന്യൂ വേർഡ്സ്. അങ്ങനെ ഓവറോൾ വൊക്കാബുലറി ഇംപ്രൂവ് ചെയ്തുകൊണ്ടേ ഇരുന്നാൽ റീഡിംഗ് ടെസ്റ്റ് കുറച്ചും കൂടെ ഈസിയർ ആയിട്ട് അനുഭവപ്പെടാൻ തുടങ്ങും. നെക്സ്റ്റ് പോയിന്റ്, റീഡ് എ വെറൈറ്റി ഓഫ് ടെക്സ്റ്റ് സിമിലർ ടു യുവർ ടെസ്റ്റ്. ഇങ്ങനെ ചെയ്യുമ്പോൾ നിങ്ങൾ കൂടുതൽ ഫെമിലിയർ ആയിക്കൊണ്ടേയിരിക്കും. ബുക്സ്, മാഗസീൻസ്, ന്യൂസ് പേപ്പേഴ്സ്, ജേർണൽസ് ഇവയൊക്കെ നിങ്ങൾക്ക് വായിക്കാവുന്നതാണ്. വായിക്കുമ്പോൾ നിങ്ങളുടെ സ്കിൽസ് ഒന്ന് അസസ് ചെയ്യാൻ നോക്കുക. നിങ്ങൾ എവിടെയൊക്കെ സ്ട്രഗിൾ ചെയ്യുന്നു, ഏതൊക്കെ ഭാഗങ്ങൾ നിങ്ങൾക്ക് ഈസിയാണ്, നിങ്ങളുടെ സ്കിൽസ് എന്തൊക്കെയാണ്. അതിൽ തന്നെ സ്ട്രഗിൾ ചെയ്യുന്ന ഏരിയാസിൽ കൂടുതൽ ഫോക്കസ് ചെയ്ത് പ്രാക്ടീസ് ചെയ്യാൻ നോക്കുക. ഇത് നിങ്ങളുടെ കോംപ്രിഹെൻഷനെയും സ്കിൽസിനെയും ഇംപ്രൂവ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും. ലാസ്റ്റ് വൺ, പ്രാക്ടീസ്. റിയൽ എക്സാം കണ്ടീഷൻസ് എക്സ്പീരിയൻസ് ചെയ്തുകൊണ്ട് പ്രാക്ടീസ് ചെയ്യുന്നത് നിങ്ങളെ നന്നായി ഹെൽപ്പ് ചെയ്യും. ടൈമർ വെച്ച് തന്നെ പ്രാക്ടീസ് ചെയ്യാൻ നോക്കുക. തുടക്കത്തിലൊക്കെ ചിലപ്പോൾ കൂടുതൽ സമയം എടുത്തേക്കാം, പതുക്കെ അത് കുറച്ച് കൊണ്ടുവരാം. സൈലത്തിൻ്റെ പ്ലാറ്റ്ഫോമിൽ നിങ്ങൾക്ക് ടൈം റെസ്ട്രിക്റ്റഡ് ആയിട്ടുള്ള ടെസ്റ്റുകൾ അവൈലബിൾ ആണ്. അപ്പോൾ ഇനി പ്രാക്ടീസ് ചെയ്യുമ്പോൾ ഇതുകൂടെ ആലോചിച്ചുകൊണ്ട് പ്രാക്ടീസ് ചെയ്യുക. ഈ ടിപ്സൊക്കെ ഓർത്ത് വെച്ച് റീഡിങ്ങിൻ്റെ സ്പീഡ് കൂട്ടുന്നത് ടൈം മാനേജ് ചെയ്യാൻ നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. താങ്ക് യു.